ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവർ പ്രധാന താരങ്ങളെ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററെത്തിയ തമിഴ് സിനിമയാണ് മാരീസൺ. വി കൃഷ്ണമൂർത്തി തിരക്കഥെഴുതിയ ഈ കോമഡി ത്രില്ലർ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. കോവൈ സരള, വിവേക് പ്രസന്ന, സിത്താര, PL തേനപ്പൻ, ലിവിങ്സ്റ്റൺ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് എങ്ങു നിന്നും നേടിയെടുക്കാനായിട്ടില്ല. കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം 25 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1 കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലുമാണ്. ഇന്ന് ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററെത്തി എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. പാണ്ഡിരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ് സേതുപതി, നിത്യ മേനോൻ, യോഗി ബാബു, രോഹിണി ഹരിപ്രിയൻ, ദീപ ശങ്കർ, മൈന നന്ദിനി, ചെമ്പൻ വിനോദ്, ശരവണൻ, RK സുരേഷ് എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം ആദ്യ മണിക്കൂറുകളിൽ 7000-8000 ടിക്കറ്റുകളായിരുന്നു ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് 12,000-ന് മുകളിൽ ടിക്കറ്റുകളാണ്. കേരളത്തിലും നിലവിൽ ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 17 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ JSK എന്ന സുരേഷ് ഗോപി ചിത്രം ആദ്യ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. പ്രവീൺ നാരായണൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനുപമ പരമേശ്വരനാണ് നായികയായി അഭിനയിച്ചിട്ടുള്ളത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് 5 കോടി 10 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 9ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം 30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 5 കോടി 40 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല. എങ്കിലും സിനിമ 6 കോടി 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പവൻ കല്യാൺ നായകനായി ക്രിഷ് ജഗർലമുടി, AM ജ്യോതികൃഷ്ണ എന്നിവർ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 24 വ്യാഴാഴ്ച പാൻ ഇന്ത്യ റിലീസായി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് 1. നിധി അഗർവാൾ, ബോബി ഡിയോൾ, നർഗീസ് ഫക്രി, നോറ ഫത്തഹി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം ആന്ധ്ര തെലങ്കാന കളക്ഷനായി നേടിയെടുത്തത് 47 കോടി 75 ലക്ഷം രൂപയായിരുന്നു. കർണാടകയിൽ നിന്ന് 3 കോടി 75 ലക്ഷം രൂപയും കേരളം, തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 70 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി ഈ സിനിമ 9 കോടി 35 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 62 കോടി 55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അതേസമയം 2ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ നന്നേ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 10-15 കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ. ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 20-25,000 റേഞ്ചിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ ഇന്ന് മണിക്കൂറിൽ കേവലം 5,000-ൽ പരം ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. യാഷ് രാജ് ഫിലിംസിന്റെ പാനലിൽ മോഹിത് സൂര്യ സംവിധാനം ചെയ്ത് ജൂലൈ 18 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സയാര. അഹാൻ പാണ്ഡെ, അനീത് പത്ത എന്നിങ്ങനെ പുതുമുഖ താരങ്ങളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 172 കോടി 75 ലക്ഷം രൂപയായിരുന്നു. 7 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 207 കോടി 25 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി നേടിയ 43 കോടി ഉൾപ്പെടെ 250 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമ 20 കോടി റേഞ്ചിൽ നെറ്റ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ഇന്ന് 25-30 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. കേവലം 50 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 275 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് ജൂലൈ 25 വെള്ളിയാഴ്ച ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ബോളിവുഡ് സിനിമയാണ് സർസാമീൻ. നവാഗതനായ കയോസ് ഇറാനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, കാജോൾ, ഇബ്രാഹിം അലി ഖാൻ, ബൊമൻ ഇറാനി, അനുരാഗ് അറോറ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഒരു ഇമോഷണൽ ഫാമിലി ആക്ഷൻ ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി വന്ന സിനിമ നിലവിൽ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. അർജുൻ അശോകൻ നായകനെ അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന തലവര എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. രേവതി ശർമ്മ നായികയാകുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ഷെബിൻ ബക്കർ, മഹേഷ് നാരായണൻ എന്നിവർ ചേർന്നാണ്. സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗസ്റ്റ് 15-നാണ്. ദുൽഖർ സൽമാന്റെ ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ചന്ദ്ര ഓഗസ്റ്റ് 28-ന് ഓണം റിലീസായാണ് തിയേറ്ററിലെത്തുന്നത്. നസ്ലേൻ, കല്യാണി പ്രിയദർശൻ എന്നിവരോടൊപ്പം ദുൽഖർ സൽമാനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ ടീസർ ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അതായത് ജൂലൈ 28 തിങ്കളാഴ്ച റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.